വാസന്തി, കല്യാണ വീട്ടിൽ എന്താ എല്ലാവരും പറയുന്നതെന്നറിയോ? എന്താ എന്താന്ന് ഞാൻ എങ്ങനെ പറയുന്നേ? ഞാൻ എൻ്റെ ഇഷ്ടത്തിന് നിന്റെ ആഗ്രഹം മനസ്സിലാക്കാതെ, പക്ഷെ അവർ പറയുന്ന പോലൊക്കെ നടന്ന ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ഞാനായിരിക്കും. എന്താ പറഞ്ഞു വരുന്നേ? ഞാൻ ഇയാളെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഇയാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു പക്ഷെ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും? ആന്റി, വസന്തി ആന്റിനെ തേടി രണ്ടുപേര് ടൗണിൽ നിന്ന് വന്നിട്ടുണ്ട്. ഓടി വാ. വന്നപ്പോൾ തൊട്ട് പറയുക വല്ല കാപ്പിയോ വെള്ളമോ കുടിച്ചിട്ട് പോകാൻ. പോകണം എന്ന് പറഞ്ഞ് ശാഠ്യം പിടിച്ചോണ്ടിരിക്കുക. ജോൺ, ഡേവിഡ് ജോൺ. ഞാൻ ഉദയൻ. ഇവരെ ലില്ലിക്കുട്ടി എന്ന് വിളിക്കും. വാസന്തിയുടെ അമ്മാമ്മ. വാസന്തി എഡ്യൂക്കേഷൻ ടൂറിന് പോകാമെന്ന് കള്ളം പറഞ്ഞാ വന്നേ. ഇങ്ങനെ കല്യാണത്തിന് വന്നതായിരുന്നെങ്കിൽ ഞങ്ങൾ ഫാമിലിയോടെ വന്നേനെ. ഇല്ലേ അമ്മേ? ഇന്ന് നിങ്ങളുടെ വീട്ടിലെ കല്യാണത്തിന് അവൾ വന്നു, നാളെ ഞങ്ങളുടെ കല്യാണത്തിന് നിങ്ങളും വരണം. ഇപ്പം ഞാൻ കല്യാണമെന്ന് പറഞ്ഞത് വാസന്തിയുടെ എൻ്റെയും കല്യാണത്തെക്കുറിച്ചാണ് പറഞ്ഞത്. വാസന്തി നമ്മുടെ കല്യാണത്തെക്കുറിച്ചൊന്നും പറഞ്ഞില്ലേ? ഞാൻ അമേരിക്കയിൽ നിന്ന് അതിനു വേണ്ടിയാണ് വന്നത്. എന്തായാലും ഞാൻ കല്യാണം വിളിക്കാതിരിക്കില്ല. മറക്കാതെ വരണം. എന്നാ പോയാലോ? വാസന്തി, നീ എന്നെ ചതിക്കുമായിരുന്നു. ഒരു വാക്കെന്നോട് പറയാമായിരുന്നല്ലോ, മറ്റൊരാളുമായി വിവാഹം നിശ്ചയിച്ചിരുന്നെന്ന്. പല പ്രാവശ്യവും ഈ കാര്യം നിന്നോട് ഞാൻ പറയാൻ വിചാരിച്ചതായിരുന്നു ഉദയ. പക്ഷെ നിന്നെ കാണുമ്പോഴും നിന്റെ കൂടെ നടക്കുമ്പോഴും എല്ലാം പറയാൻ ഓർത്തത് മറക്കും. എത്ര പ്രാവശ്യം ഞാൻ ചോദിച്ചു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന്. പറയാൻ കഴിഞ്ഞില്ല. കാരണം എൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നു. അച്ഛനും അമ്മയും ഇല്ല, മനസ്സിന് ഇഷ്ടമില്ലാത്തൊരു കല്യാണം. ഞാനാ തെറ്റ് ചെയ്ത്, ഒന്നും ആലോചിക്കാതെ. നമ്മൾ വിചാരിച്ച പോലെ കാര്യമൊക്കെ നടക്കണമെങ്കിൽ ജീവിതം ചതിക്കുഴിയിലാകരുത്. അച്ഛൻ എന്താ പറയുന്നേ? നീ ഒന്നും എന്നോട് പറയണ്ട, എനിക്കെല്ലാം അറിയാം. വാസന്തിയെക്കുറിച്ചാണോ? അവളെക്കുറിച്ച് ഒരു വിചാരമില്ല ഇപ്പോൾ. മറന്നു ഞാൻ. മറന്നുവെന്ന് നീ ചുമ്മാ പറയുന്ന, പക്ഷെ നിന്റെ മനസ്സ് പറയുന്നില്ലല്ലോ. മോനെ ഉദയ, ഇനി നീ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കുറച്ച് പക്വതയാകണം. ഇപ്പം പറഞ്ഞില്ലേ, അത് ശരിയായ കാര്യമാണ്. അതുകൊണ്ട് ഒന്ന് തീരുമാനിച്ചു ഞാൻ. എന്താ മോനെ? ഞാൻ ചെന്നൈയിലേക്ക് പോവാം. അവിടെ എന്തെങ്കിലും ഒരു ജോലി കയറും. സാർ, ഈ ദേവനാഥൻ തെരുവ് എവിടെയാ സാർ? എനിക്കങ്ങും അറിയത്തില്ല. ചേട്ടാ, ഈ ദേവനാഥൻ തെരുവ് എവിടെയാണെന്നറിയോ? അവിടെ ഒരു STD ബൂത്ത് ഇല്ലേ? ആ, അതെ, STD ബൂത്ത് ഉണ്ട്. നിങ്ങൾ മൂന്നാമത്തെ റൈറ്റ് എടുത്ത് പോയാ മതി. ആ, ശരി, താങ്ക് യു. അയാൾ ഇവിടെ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നല്ലേ? ഇറങ്ങടാ. നീ അത് കൊടുത്തായിരുന്നോ? എഡിറ്റർ എന്തുവാ എന്താ പറയുന്നത്? പറഞ്ഞേ? പുതിയത് കൊടുത്തായിരുന്നോ? കൊടുത്തായിരുന്നോ? ഫിലിം കൊടുത്തായിരുന്നോ? മാഡം, എൻ്റെ പേര് ഉദയകുമാർ. മിസ്റ്റർ ബഷീറിനെ കാണാമെന്ന്. സെക്കൻഡ്. ബഷീറേ, ആരാ? ഉദയകുമാറോ? ആ, വരാം. ചേട്ടാ, ഏടേ, ഒന്ന് ചുമ്മാതിരിക്കടേ. നിന്നോട് എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാകില്ല. എടേ, സ്നേഹയുടെ ചിരി ഫ്രണ്ട് പേജിലിട്. ആ കിരണിന്റെ പുറകു വശം ബാക്ക് പേജിലിട്. അപ്പൊ തൃശ്യോ സെൻട്രൽ ഇട്ടേക്കടാ. ശരിയേട്ടാ. ആരെന്നെ വിളിച്ചത്? ഞാനല്ല, അയാളാ. നീ ആണെന്നാ ഞാൻ ഓർത്ത്. എൻ്റെ പേര് ഉദയകുമാർ എന്നാ. സുശീല സാറല്ലേ? ദേവമഠത്തിലുള്ള സുശീല സാറാ ഇത് ഇവിടെ തരാൻ പറഞ്ഞേ. ആ, സുശീലൻ സാറാ? ആ. സാറിന് സുഖങ്ങൾ തന്നെ? സാറിന് സുഖം തന്നെ. റിട്ടയർഡ് ആയി. MSc വരെ പഠിച്ചിട്ടുണ്ടല്ലേ? എന്തെങ്കിലും ഒരു പണി എന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കിയാ എന്താ? വെയിറ്റ് ചെയ്താൽ മാത്രം എവിടെ നിന്ന് ജോലി കിട്ടുക? അതെന്തിര്? എന്റെ പഠിപ്പിനുള്ള ജോലി പോലും എനിക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾ എത്ര പേര് പഠിച്ചു? SSLC ഫെയിൽഡ്. ഈ പത്രാഫീസിൽ ഒരു ജോലി വാങ്ങിത്തരാമെന്ന് ഞാൻ നോക്കട്ടെ കേട്ടോ. സാരമില്ല, അതായാലും മതി. ശരി, വാ എൻ്റെ കൂടെ. ജാമ്പവാനകത്ത് ഇരിപ്പുണ്ട്, സംസാരിച്ച് നോക്കാം. ആരാ? ആ, ബഷീറോ? വാ വാ വാ. എന്താടോ കാര്യം? സാർ, ഇത് ഉദയകുമാർ, എന്റെ നാട്ടുകാരന്. MSc ഫിസിക്സ്. നമ്മുടെ ആഫീസിൽ റിപ്പോർട്ടറായിട്ട് എടുത്താലോ? MSc പഠിച്ചു എന്നല്ലേ പറഞ്ഞേ?
എന്നിട്ടാണോ പത്ര റിപ്പോർട്ടറാവാൻ വന്നിരിക്കുന്നത്? എന്താ സാറേ, റിപ്പോർട്ടർ ജോലിക്ക് പഠിക്കേണ്ട ആവശ്യമില്ലേ? അല്ല, ഇതിലും ഭേദം വല്ല ട്യൂട്ടോറിയൽ കോളേജിലും പോയി ക്ലാസ് എടുത്തുകൂടായിരുന്നു എന്ന് പറഞ്ഞതാ. പത്രധർമ്മത്തിലൂടെ എന്തെങ്കിലും ഒരു സേവനം ചെയ്യാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സാർ. ഓ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഹലോ, ആ, വൈകിട്ടത്തെ ഭക്ഷണമല്ലേ? ഗോതമ്പ് ദോശ ആയിക്കോട്ടെ. ഷുഗറുണ്ട്, അതുകൊണ്ട് ഗോതമ്പ് ദോശയാ നല്ലത്. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ഭാഷയെ കണ്ടിട്ട് ജോലി കയറിക്കോ. അതാരായി പറഞ്ഞേ? MD മിസ്റ്റർ ഭാഷ. ഓ, സാർ ഇയാൾ ഏത് സെക്ഷനിലാ? താൻ ഏത് സെക്ഷനിലാ ഇപ്പൊ വർക്ക് ചെയ്യുന്നത്? ഞാൻ സിനിമ സെക്ഷനിലാണ് സാർ. സിനിമാ സെക്ഷനിലാണോ? ഇയാളെ കിനാവും കണ്ണീരിലിട്. ശരി സാർ. വരുന്നേ സാർ, നമസ്കാരം. ആ, ഇത് രാധാമാധവൻ, ഈ ലോഡ്ജിന്റെ ഓണറാ. ഇത് ഉദയൻ, എന്റെ ഫ്രണ്ടാ, എന്റെ കൂടെ തന്നെ താമസിക്കുന്നത്. കഴിഞ്ഞ മാസത്തെ വാടക, ഈ മാസത്തെ ഇവന്റ് അഡ്വാൻസ് ഇതെല്ലാം ചേർത്ത് അടുത്ത മാസം തരും. ഒരു കാര്യം ചോദിച്ചില്ല, കഴിഞ്ഞ മാസം വയറിൽ ഓപ്പറേഷൻ ഉണ്ടെന്ന് പറഞ്ഞു പോയല്ലോ, എന്തായി? എനിക്കൊരു കുഴപ്പമില്ലെന്നേ. അതെ, എവിടെ വേണേലും താമസിച്ചു, ഞാൻ നിന്നെ അകത്ത് വന്ന് കണ്ടോളാമേ. വാ വാ, എഴുന്നേക്ക് പോവാം. ഓപ്പറേഷൻ ചെയ്ത് മാറിപ്പോയെന്ന് തോന്നുന്നു. ഒടുക്കം നമ്മൾ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. വാ, നമുക്ക് പോയേക്കാം. ഏയ്, ഇത് പഴയ പടിയാണ്, സൂക്ഷിച്ച് വാ, അല്ലേ മറിഞ്ഞ് താഴെ വീഴും. നീ എന്താ വല്ലാണ്ടിരിക്കുന്നത്? വീട്ടിലെ കാര്യം ഓർത്തിട്ടാണോ? ആ, കണ്ടോ, താമസിക്കുക. കണ്ട ബോഡി കണ്ട സാമിയാരാ. ഇയാളൊരു കാഷായ വസ്ത്രധാരിയാണെങ്കിലും ആളൊരു കേടി തന്നെയാ. എന്നാൽ ഈ ലോഡ്ജില് തത്വം പറഞ്ഞു കൊടുക്കുന്നത് ഇയാൾ തന്നെയാ, അല്ലേ? ഇതെന്റെ കൂട്ടുകാരൻ ഉദയൻ. സ്വാമി എന്ത് ജോലിയാ ചെയ്യുന്നത്? ജോലി ചെയ്യുന്നതെല്ലാം ശരീരമാ, ഞാനൊരു ആത്മാവ് മാത്രം. ആത്മാവല്ലേ? താഴെ വെയിറ്റ് ചെയ്യുന്നു പത്മ. പത്മയോ? മാറ്. പത്മേ, പത്മേ. എന്താ? പത്മാന്ന് കേട്ട ഉടനെ ആത്മാവ് എഴുന്നേറ്റ് ഓടിയത് കണ്ട ഉദയ. ഓട്ടം കണ്ടു കഴിഞ്ഞാ വേണാട് എക്സ്പ്രസ് പോലുണ്ട്. ഇങ്ങനെ ആൾക്കാരുണ്ട്. ഇതെല്ലാം നമ്മൾ കണ്ടുപഠിക്കേണ്ടതാ. ഇതാണ് നമ്മുടെ റൂം. ആ, വാ, വലത് കാലെടുത്ത് വെച്ച് വാ. ഏയ്, ഇത്രയും നാളും ഇത് സിംഗിൾ റൂം, ഇനി മുതൽ ഇത് ഡബിൾ റൂമാ. ഓക്കെ അല്ലേ? വാ, ഇരിക്കെ. ആ, രാത്രി കിടക്കുമ്പോ കാല് ദേഹത്ത് വീണാ മൈൻഡ് ചെയ്യണ്ട. ഇത് റിസപ്ഷൻ ഏരിയ, കസാരയിൽ ആരും ഇരിക്കണ്ട. കഥക് തുറക്കാം, കാറ്റ് വരട്ടെ. രാവിലെ 8 തൊട്ട് 9 വരെ വെള്ളം വരും, കേട്ടല്ലോ? അതിലൊരു ബക്കറ്റ് നിനക്കുണ്ട്. അതുകൊണ്ട് കൈ കഴുകുവോ, മോന്ത കഴുകുവോ, വേറെ എവിടെ വേണേലും കഴുകിക്കോ. പറ്റുമെങ്കിൽ കുളിക്കുകയും ചെയ്തോ. രാവിലെ സാമ്പ്രാണി കത്തിക്ക്, വൈകിട്ട് കൊതുകുതിരി കത്തിക്ക്. ഡേ തെറുതി വെച്ച് സ്വിച്ചുണ്ട്, ഫാനുണ്ട്, ബൾബൊക്കെ ഉണ്ടെന്ന് കരുതി കൂട്ടിയ കണക്കല്ല ആകെ തെറ്റായി. ഇവിടെ പകുതി സമയം കറണ്ട് കെട്ട്. ചില നേരത്ത് കെയ്ത്താൻ ഫാൻ, പല നേരത്ത് കൈ തന്നെ ഫാൻ. ഇതെന്റെ പൊന്നുമോള് കരിമേ ഉമ്മ. ബഷീർ, ഇതല്ലേ ടോയ്ലറ്റ്? അങ്ങോട്ട് പോകാതെ ഉദയാ. അങ്ങോട്ട് പോകാതെ. വേണ്ടടാ, അവിടെ 3 പേരുണ്ട്. ബലിക്കുടിൽ പിള്ളേരെന്ന പേര്. കൊലപാതകികളാ. അവരുടെ ശ്വാസം പോലും നമ്മി പതിക്കരുത്. നീ സൂക്ഷിക്കണോടാ. നല്ലവന് ദൈവം അന്നം കൊടുക്കും, അത് ഫിലോസഫി. അക്രമം ചെയ്യുന്നവൻ രാജാവ്. ഇതാണ് ലോകം. എന്തായാലും കൊള്ളാം. അടിമയും ഉടമയും ഒരുമിക്കും ഒരു നാൾ. സാർ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ പത്രം അത്. അതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. ദിനപത്രം, മനോഹരമായ ദിനപത്രം. നിങ്ങൾക്ക് ചോറ് തന്നിട്ട് ഞങ്ങളുടെ കഞ്ഞിയിൽ പാറ്റിയിടുന്ന പത്രം. സാറിനൊന്ന് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവാ, ഞാനും ഒന്ന് ഒരു അകത്തേക്ക് പോകാം. ബഷീർ ഞങ്ങളോടൊന്നും സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ഇവൻ പൊന്മല ചന്ദ്രമോഹൻ, ഇവൻ ജീവൻ, ഞാൻ വാഞ്ചി. നിങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റാ? വാളെടുത്തവൻ വാളാലെന്ന് പണ്ടാരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവരെല്ലാം കമ്മ്യൂണിസ്റ്റുകാരാണോ? തനിച്ചുള്ളൊരു മനുഷ്യന് ഭക്ഷണമില്ലെങ്കിൽ ജഗത്തിനെ നശിപ്പിക്കുമെന്ന് പറഞ്ഞല്ലോ. അദ്ദേഹം എന്താ കമ്മ്യൂണിസ്റ്റ് ആണോ? ഞങ്ങളെല്ലാം പാവപ്പെട്ട ദേശസ്നേഹികൾ മാത്രാണേ. മനസ്സിലായില്ല. മനസ്സിലാകില്ല. മനസ്സിലാക്കിയാൽ സ്വപ്നം മാഞ്ഞു പോകുന്നുള്ള ഭയം. മുഖം ശരിയാക്കുന്നതിന് വരെ കണ്ണാടി തല്ലിപ്പിടിക്കുന്ന ജനങ്ങളല്ലേ നിങ്ങളൊക്കെ? ശരി, എനിക്ക് സമയമായി, ഞാൻ പോവാണ്. ആയിക്കോട്ടെ. ധൈര്യമായിട്ട് പൊക്കോളൂ. പേര് ഉദയകുമാർ, MSc അറ്റോമിക് ഫിസിക്സ് ആണ്. ഇവന്റെ സഹായം നമ്മുടെ ഉയർച്ചയ്ക്ക് അത്യാവശ്യമാണ്. സാർ,
ബോംബെ നിന്ന് രാഹുൽ നമ്പ്യാർ ചോദിച്ചിരിക്കുക, കരീന, ഐശ്വര്യ, മനീഷ 3 പേരിൽ ആർക്കാണ് ആദ്യം ഉമ്മ കൊടുക്കുന്നതെന്ന്. ഐശ്വര്യ ഓക്കെ, മനീഷയും ഓക്കെ. കരീനയ്ക്ക് വേണേ ഞാൻ കൊടുത്തോളാം സാർ. എടാടാടാടാടാ. സാർ, സ്വാമിനാഥൻ എന്നൊരാള് മന്നാർകുടിയിൽ നിന്ന് ചോദിച്ചിരിക്കും, 1 രൂപ കോയിൻ ആണോ പെണ്ണോന്ന്. ഇതെന്ത് ചോദ്യാ? 1 രൂപ നാണയം ആണാണോ സാർ, പെണ്ണാണോ? പെണ്ണാന്ന് എഴുതാം സാർ. അതെങ്ങനാടോ? 1 രൂപ കോയിന്റെ ഒരു സൈഡ് എന്താ? ഹെഡ്, അതിന്റെ മറുവശവോ? പൂവ്. അപ്പൊ പൂ വെച്ചോണ്ട് നടക്കുന്ന പെണ്ണുങ്ങളല്ലേ? ഡോ, താൻ ഇവിടെ ഇരിക്കേണ്ടവനല്ല. താങ്ക് യു സാർ. സാറ് വെള്ളാപ്പള്ളിയിൽ നിന്ന് സോളമൻ ചോദിച്ചേക്കുവാ, എന്താ? ഇന്ത്യയിൽ കള്ളന്മാരൊന്നുമില്ലേ, എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന്. അപ്പോൾ രാഷ്ട്രീയക്കാർ എങ്ങനെ ജീവിക്കുമെന്ന് ചോദിക്കും. സാറ് അഭിനയിക്കാനൊക്കെ പോകാമല്ലോ. ബഷീറേ, എന്തിന് സാർ? കുറച്ചു നാളായിട്ട് എന്റെ മനസ്സിലൊരു ചോദ്യം വരുന്നുണ്ട്. പറ സാർ, ഞാൻ മറുപടി പറയാൻ നോക്കാം. മനുഷ്യൻ എപ്പോഴാണ് പൂർണ്ണമായും തുറന്ന പുസ്തകമാകുന്നത്? കുളിക്കുമ്പോഴ്. പമ്പര വീട്ടി. ചോദ്യോത്തരവേള പൂർത്തിയായിരിക്കുന്നു. സാർ സാർ, ഒരെണ്ണം കൂടെ ഉള്ളു സാറേ. ചോദിക്കേ. സാറേ, പുതുപ്പള്ളിയിൽ നിന്ന് വന്ന കത്താ. എന്താ വേണ്ടത്? സാറേ, ഞാനൊരു പാവപ്പെട്ട മനുഷ്യനാണ്. ശരി. എനിക്കൊരു 500 രൂപ അത്യാവശ്യമായിരുന്നു. ഒരു ചെക്ക് അയച്ചു തരാമോ എന്നാണ് ചോദിക്കുന്നത്. സാറിന്റെ പേരെന്താ എഴുതിയിരിക്കുന്നത്? ബഷീർ എന്നാ സാറേ എഴുതിയിരിക്കുന്നത്. ഓ, അവന്റെ ചീട്ട് കീറിയെന്ന് എഴുതി. അയ്യോ സാറേ, എന്തിന് സാറേ ഇങ്ങനൊക്കെ പറയുന്നത്? എന്നോട് വേല ഇറക്കല്ലേ. ഒരു കാര്യം ചെയ്യ്, താഴെ പോയി 500 രൂപ മേടിച്ചു. താങ്ക് യു സാർ. ഇന്ന് മഴ പെയ്യും. ഇവൻ എങ്ങോട്ടായി ധൃതിക്ക് ഓടുന്നത്? സർ, എന്താ സാർ ഇത്? ഞാൻ കൊടുത്ത റിപ്പോർട്ട് അതുപോലെ അല്ലാതെ തലതിരിച്ച് എഴുതിയിരിക്കുന്നല്ലോ. തലതിരിച്ച് എഴുതിയിരിക്കുന്നു? ആരാത്? ഇത് നേരെ തന്നെയാണല്ലോ. സാർ എന്തായി പറയുന്നേ? അത് മാറ്റി എഴുതിയെന്നാ ഞാൻ പറയുന്നേ. ഉദയ, പത്രധർമ്മം എന്നൊന്നുണ്ട്. നീ എഴുതിയത് അതുപോലെ അച്ചടിച്ചാ ഫീസ് ഊരിക്കൊണ്ട് പോകും. പിന്നെ എന്റെ കസേര തെറിക്കുകയും ചെയ്യും. അതുകൊണ്ട് സത്യം മാറ്റി കള്ളം എഴുതിയ അതെന്ത് ന്യായോ സാർ? ആവശ്യമാണെങ്കിൽ സത്യത്തിന് പകരം കള്ളം എഴുതാമെന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് വേണ്ടിയാ. കള്ളവും നന്മയും വേർതിരി. ചില സമയങ്ങളിൽ കള്ളം നന്മയാകാറുണ്ട്, പക്ഷെ അത് എപ്പോഴും ആകാൻ പാടില്ല സാർ. നന്മയുണ്ടാവും. ഫ്യൂസ് ഊരിക്കൊണ്ടുപോകാതിരുന്ന പ്രസ്സിന് നല്ലത്. ഗവൺമെന്റിന്റെ പരസ്യങ്ങൾ ധാരാളം കിട്ടിയാൽ അത് നല്ലത്. ശമ്പളം കിട്ടിയാൽ നിനക്ക് നന്മ, എനിക്കും നന്മ. സാർ എന്താ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാനും നിന്റെ പ്രായത്തിൽ സത്യത്തിന് വേണ്ടി ഒത്തിരി വാദിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്തായി? എന്റെ കൂടെ ജോലി ചെയ്തവരൊക്കെ സത്യത്തെ കള്ളമാക്കി മാറ്റി ബെൻസ് കാറിലാണ് ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോഴും ഓട്ടോറിക്ഷ വിളിച്ചാ വരുന്നത്. ഈ സത്യസന്ധതയും ആദർശവും ഈ അന്തസ്സും ഒക്കെ വെരി എക്സ്പെൻസീവ് ഹാബിറ്റ്സാ. ഗുഡ്. റിപ്പോർട്ട് മാറ്റി എഴുതുവല്ലേ? അതല്ല സാർ, ഇത് എന്റെ രാജിക്കത്താണിത്. ഉദയ, ഈ ലെറ്റർ ഞാൻ MD-ക്ക് അയക്കില്ല. നീ ഒന്നുകൂടെ ആലോചിക്കേ. വാസന്തിക്ക് നിന്റെ ഫോൺ നമ്പറും അഡ്രസ്സും കൊടുത്തിട്ടുണ്ട്. ഏടാ ഉദയ, ഇന്ന് അസംബ്ലി പ്രസ് മീറ്റിംഗ് ആയിരുന്നു. ആകെ വിഷമിച്ചു പോയി. പക്ഷെ CM നല്ല മൂഡിലായിരുന്നു കേട്ടാ. അല്ല, നീ എന്നാ ഡള്ളായിരിക്കുന്നത്? അച്ഛൻ്റെ ഒരു കത്ത് വന്നിരുന്നു. ചേച്ചിയുടെ ആദ്യ പ്രസവമെന്നും പറഞ്ഞ്. സന്തോഷിക്കേണ്ട കാര്യമല്ലേ? 10,000 രൂപ വേണമെന്നും പറഞ്ഞ് എഴുതിയിരിക്കുന്നു. രാവിലെ ജാമ്പവാനോട് കാശ് മേടിച്ച പ്രശ്നം തീർന്നില്ലേ? അതൊന്നും നടക്കില്ല. ഞാൻ ജോലി റിസൈൻ ചെയ്തു. എന്തിനാടാ? കള്ളത്തരം എഴുതാൻ പറഞ്ഞു. കളഞ്ഞ ചെയ്യാൻ്റെ പാട്ടിന് പോന്നു. നീ റിസൈൻ ചെയ്തിട്ട് തന്നെയല്ലേ വന്നത്? എന്നാ ഞാൻ അവനെ പിടിച്ച് അടിച്ചിട്ട് ഇങ്ങോട്ട് വന്നേ, അറിയാവോ? അസത്യങ്ങൾ എഴുതാനാ പറഞ്ഞത്. നിന്നെപ്പോലെ തന്നെ എല്ലാം വലിച്ചു കയറി കളഞ്ഞ ഞാൻ വെളിയിൽ ഇറങ്ങി പോന്നു. എന്നാ എൻ്റെ വയറിനറിയത്തില്ലല്ലോ എൻ്റെ പണി പോയ കാര്യം. വിശന്നു, പട്ടിണി, അറിയാവോ? തല കറങ്ങിപ്പോയി. വിശന്നിട്ട് 2 കണ്ണും കാണാതായി. വേറൊരു മാർഗവും ഇല്ലായിരുന്നു. പോയി വീണ്ടും ജോലി കയറി. അതേ ജോലിയിൽ. നീ ചിലപ്പോൾ നിന്റെ വിശപ്പിന് വേണ്ടി എല്ലാം വിട്ടുകൊടുത്തിരിക്കാം, പക്ഷെ എന്നെ അതിന് കിട്ടില്ല. ശരിയാടാ, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ നീ ഇപ്പം എന്താ ചെയ്യാൻ പോന്നേ? വേറെ ഏതെങ്കിലും ഓഫീസിൽ കയറണം. എന്നാ പോ, എടുത്തു വെച്ചിട്ടുണ്ട്. ഏതെടുത്താലും 1 രൂപ. എന്നാൽ അവിടെ ഇതുപോലെ ഒരു എഡിറ്റർ ഉണ്ടാവും. അപ്പം നീ എന്തിനു കാട്ടാൻ പോവാ? എതിർത്ത് നേരെ നിൽക്കൂടാ. അത് തന്നെയാടാ ഇവിടെ ചെയ്യാൻ പറയുന്നേ. ഇവിടെ ചെയ്. ആര് നിന്നോട് കള്ളം എഴുതാൻ പറഞ്ഞാലും അവനെ പറ്റിയുള്ള സത്യം എഴുതി അവൻ്റെ മുഖത്ത് നീ കരുതേക്ക്. എടേ ഉദയ, ജീവിതത്തിൽ എന്തെങ്കിലും നേടണമെങ്കിൽ എന്തെങ്കിലും നഷ്ടപ്പെടുത്തണം. ഇപ്പം നീ മനസ്സ് തുറന്ന് നന്നായിട്ടൊന്ന് ആലോചിക്കേ. എന്നിട്ട് ദേഷ്യങ്ങളെ കള. പക്ഷെ എന്നെ കൈവിടരുത്. ഈ ബഷീറിനെ മറക്കരുത്.